ഈ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് സൂപ്പർ ഹിറ്റ് ആവുന്നു, പിന്നെ അതുവരെ കാണാത്ത അഹങ്കാരം ആ നടന് സംഭവിക്കുന്നു. അപ്പൊ ഒരു ആക്ടർ എന്ന മച്ചാനോട് ഞാൻ ഡയറക്റ്റായിട്ട് ചോദിക്കുക, ഈ അഹങ്കാരം ഉള്ളിൽ തോന്നുന്നതാണോ അതോ ഓട്ടോമാറ്റിക്കലായി പോകുന്നതാണോ? എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞത് ഒരു പക്വതയില്ലായ്മ എന്ന് പറയാതെ, ഓക്കെ, തുടക്കത്തിലൊക്കെ ഒരു പക്വതയില്ലാതെ, അല്ലെന്നുണ്ടെങ്കിൽ പ്രായമുള്ളവരായ തന്നെ പെട്ടെന്ന് ഒരു സാധനം കയ്യിലേക്ക് വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് സമയം വേണം. അത് പതിയെ പതിയെ വന്ന് കയറി കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ നമ്മൾ അത് പ്രിപ്പയർഡ് ആയിരിക്കും. പെട്ടെന്ന് ഇപ്പൊ ഞാനൊരു പെട്ടെന്ന് അത് സിനിമയൊക്കെ വിട്ടേക്ക് ഒരു പെട്ടെന്ന് അജിനൊരു 5 കോടി രൂപ അങ്ങ് തന്നു. അജിന് ഒരുപാട് ഇതുണ്ട്, പക്ഷെ 5 കോടി രൂപ അജിന് ബാക്കിയും പൈസ ഉണ്ടാവല്ലോ. ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കത്തില്ല 5 മിനിറ്റ് കഴിഞ്ഞ് 5 കോടിയുള്ള ആറ്റിറ്റ്യൂഡ്. അജിന് എന്തൊക്കെ ചെയ്യാൻ പോകും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, കുറച്ച് എന്തായാലും ആറ്റിറ്റ്യൂഡ് വിളിക്കുന്ന ആൾക്കാർ ഇനിയിപ്പം ടെൻഷൻ ഇല്ലല്ലോ, സെറ്റായില്ലേ. നമ്മൾ ഈ കഷ്ടപ്പെടുന്ന എല്ലാം പൈസക്കാ, ഇത് കിട്ടിയാൽ കഴിഞ്ഞു. അല്ല, കഴിഞ്ഞു എന്നല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സക്സസ് നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജാടയോ വിലയൊന്നും വരാൻ ചാൻസ് ഇല്ല. ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ പറഞ്ഞ ആൾക്കാർക്ക് ആറ്റിറ്റ്യൂഡ് മാറുന്നത്, സംസാരം മാറുന്നത്. പല ആൾക്കാരും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ജാട കാണിച്ച പല ആൾക്കാരും ഒന്ന് തല ഇതാക്കി വളരെ മെച്യൂർ ആയിട്ട് അവരുടെ ജാട പഴയ കാലത്തെ ഓർത്ത് അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ആൾക്കാരെ അജിനും മീറ്റ് ചെയ്തിട്ടുണ്ടാവും, ഉറപ്പായിട്ടും. അപ്പൊ അതൊരു ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ഒരു പക്വത വന്നു കഴിഞ്ഞാൽ ഈസിലി ഹാൻഡിൽ ചെയ്യാം. പണ്ടത്തെ ജോൺ ആണ് ഇപ്പോഴും. ഞാൻ പണ്ടത്തെ ജോൺ തന്നെ, നമുക്കൊരു മാറ്റമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ തന്നെ. ഇനി നാളെ എത്ര സൂപ്പർ ഹിറ്റ് അടിച്ചാലും ഞാൻ ഇങ്ങനെ. ഇത് റെക്കോർഡിങ് കേട്ടോ, നമ്മളെന്തോന്ന് മാറാൻ, അപ്പം ചുറ്റും ആൾക്കാർ നിൽക്കില്ലേ. നമ്മൾ മാറിക്കഴിഞ്ഞാൽ കുത്താൻ ആൾക്കാരുണ്ടോ നമ്മുടെ കൂട്ടത്തില്? ഈ പുറകിൽ നിന്നുള്ള കുത്തല് കുത്തിയിട്ടുണ്ടോ ആരെങ്കിലും? അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്ത് പുറകെ കുത്തുന്നല്ലേ, തട്ടിക്കളഞ്ഞിട്ട് പോകും നമുക്ക്. എന്നാലും ഇത്രയും ചിരിച്ചു കളിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഉള്ളിന്റെ ഉള്ളിൽ കരഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ എന്ത് ഉത്തരം തരും? ഉറപ്പായിട്ട് കരഞ്ഞിട്ടുണ്ട്, ഉള്ളിനുള്ളിലല്ല, വിട്ട് കരഞ്ഞിട്ടുണ്ട്. അല്ല, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അപ്പൊ കരയാത്ത മനുഷ്യന്മാർ. കരഞ്ഞൊരു സിറ്റുവേഷൻ പറഞ്ഞേ. ആണുങ്ങൾ കരയാൻ പറ്റില്ലേ? ആണുങ്ങളാണോ ഏറ്റവും കൂടുതൽ കരയുന്നത് എനിക്ക് തോന്നുന്നു, പെൺപിള്ളേരെ കാട്ടിലും. ആണുങ്ങളുടെ കരച്ചിലൊരു പവർ ഉണ്ടെന്നാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. കാരണം ആണുങ്ങൾ അങ്ങനെ കരയുന്നതല്ല കൂടുതൽ വരും. പെൺകുട്ടികൾ, എനിക്ക് പെങ്ങന്മാരൊക്കെ ഉണ്ട്, പെണ്ണുങ്ങളൊക്കെ പെട്ടെന്ന് കരയുന്ന ആൾക്കാരാണ് ഞാൻ കൂടുതലും. ഞാൻ അങ്ങനെ പറയുന്നതല്ല, നാളെ ഒരു പ്രശ്നമായിരുന്നു. ആണുങ്ങൾ കരയുന്നത് വളരെ ചുരുക്കമാണ്. പക്ഷെ കരയുമ്പോൾ അമ്മ ഒരു വാവിട്ട് കരയും. ഞാനൊക്കെ വാവിട്ട് കരയാറുണ്ട്. കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയിട്ട് കരഞ്ഞിട്ടുണ്ട്. കരയണം, ഇതൊക്കെ മനസ്സിൽ അടുപ്പിച്ച് ഇവിടെ കയറ്റി വെച്ച് ഞാൻ ഭയങ്കര പവറുള്ള മനുഷ്യൻ തോന്നിട്ട് അയ്യോന്ന് തോന്നിച്ച് ഇതൊക്കെ ബ്ലോക്ക് ആവുന്ന ഈ സാധനം. ബ്ലോക്ക് ആവുന്നതിനെ കരഞ്ഞു തീർക്കണം, ചിരിച്ചു തീർക്കണം. ഇതൊക്കെ ഈ ഫീലിങ്സ് ഒക്കെ ഇറക്കി കളയാനുള്ള, തുമ്മണം, ചുമക്കണം, ഇതൊക്കെ ഉള്ളിൽ കയറ്റി വെച്ച് അതൊക്കെ പ്രശ്നമാണ്. അപ്പൊ കരഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് മച്ചാൻ ഒരുപാട് കാറുകളൊക്കെ ഉണ്ടെന്ന്, കോടികളുള്ള വ്യക്തിയാണ്. എന്തോ അവരോട് പറയാനുള്ളത്? കുറച്ച് കോടി മുണ്ടുകളുണ്ട് വീട്ടില്. കാറുകളൊക്കെ നമ്മള് യൂസ് ചെയ്യുന്ന കാറുകൾ. ഇപ്പൊ ആദ്യമായിട്ട് അഭിനയിച്ച പടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു റേഞ്ച് എത്തിയപ്പം കിട്ടിയ പടത്തിൽ നിന്ന് കിട്ടിയ പൈസയില്ലേ, അതുകൊണ്ട് ആഗ്രഹിച്ചു മേടിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്റെ ആഗ്രഹങ്ങളൊക്കെ വലിയ ആഗ്രഹങ്ങളാണ്. ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല, ഒന്നും മേടിച്ചില്ല, സീരിയസ്ലി മേടിച്ചിട്ടില്ല. എനിക്കൊന്നും എന്റെ ആഗ്രഹങ്ങളൊക്കെ വലിയ ആഗ്രഹങ്ങളാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ആഗ്രഹങ്ങള്? പറഞ്ഞ നടക്കത്തില്ലെന്നാണ് ആൾക്കാർ പറയുന്നത്, അതുകൊണ്ടാണ് പറയാതിരിക്കുന്നത്. അതല്ലേ പറയാ അമ്പളാ. അല്ല, എന്റെ ആഗ്രഹങ്ങളൊക്കെ എന്റെ മെയിൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയ പടത്തിൽ അഭിനയിക്കണം, നല്ല പടം, ഭയങ്കര പടം, ആൾക്കാർ ഒരിക്കലും മറക്കാം. ഇപ്പൊ KGF ആൾക്കാർ മറക്കത്തില്ല. റോക്കി ബായ് വന്നു, ഇനി ചരിത്രം എത്ര കുറിച്ചാലും പുള്ളി ഒരു പടം ചെയ്തില്ലെങ്കിൽ റോക്കി ബായ് അല്ലേ. അപ്പൊ ഒരു പടം മതി ഒരാളെ. ബാഹുബലി അപ്പൊ അങ്ങനത്തെ പടങ്ങളുണ്ടല്ലോ. അപ്പൊ അതൊക്കെയാണ് എന്റെ അൾട്ടിമേറ്റ് ആഗ്രഹങ്ങൾ. വലിയ പടത്തിൽ അഭിനയിക്കുക, ഭയങ്കര വലിയ പടത്തിൽ അഭിനയിക്കുക, ഹോളിവുഡ് പടത്തിലൊക്കെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ആഗ്രഹം. പിന്നെ ബാക്കിയുള്ളതൊക്കെ ആഗ്രഹങ്ങളല്ലോ, നമ്മുടെ ആവശ്യങ്ങളാണ് അതൊക്കെ. വണ്ടി, എനിക്ക് കുറച്ച് പൈസയൊക്കെ വരുമ്പോ നല്ല വണ്ടി എടുക്കണം, അതൊരു ആവശ്യമാണ്. അതൊരു ആഗ്രഹം കൊണ്ടാണല്ലോ ഇന്ന വണ്ടി എടുക്കണം എന്ന് ആഗ്രഹം. പറയാം, അല്ലാതെ